ثم عفونا عنكم من بعد ذلك لعلكم تشكرون. സൂറത്തുൽ ബഖറയിലെ 52-ാമത്തെ ആയത്താണ് ഇപ്പോൾ ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി സുമ്മ എന്ന വാക്കിൽ മണിക്കേണ്ടതുണ്ട്. മീമിന്റെ മേലെ ഷദ്ദ് വന്നു. സുമ്മ. അതിനുശേഷം അൻകും എന്ന വാക്കിൽ ഇഖ്ഫ ആണ് നിയമം. സുക്കൂനുള്ള നൂന് ശേഷം കാഫ് വന്നു. ഇഖ്ഫാഇന്റെ അക്ഷരങ്ങളിൽപ്പെട്ടതാണ് കാഫ്. ثم عفونا عنكم من بعد ذلك. സുക്കൂനുള്ള മീമിന് ശേഷം മീമ് വന്നു. അൽ ഇദ്ഗാമു ശഫവി അല്ലെങ്കിൽ ഇദ്ഗാം മുതമാസിലൈൻ സഗീർ എന്നാണ് ആ നിയമത്തിന്റെ പേര്. അവിടെ മീമിനെ മീമിൽ ലയിപ്പിച്ച് മണിച്ച് ഓതേണ്ടതാണ്. മിൻ ബഅദി. സുക്കൂനുള്ള നൂന് ശേഷം ബാ വന്നു. ബാ ഇഖ്ലാബിന്റെ അല്ലെങ്കിൽ ഖൽബിന്റെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിന്റെ ശബ്ദം മീമാക്കി മാറ്റി മണിച്ചുകൊണ്ട് ഓതേണ്ടതാണ്. ലഅല്ലക്കും തഷ്കുറൂൻ. തഷ്കുറൂൻ എന്ന വാക്ക് നിർത്തുകയാണെങ്കിൽ അൽ മദ്ദുൽ ആരിദ് ലിസ്സുക്കൂനാണ് നിയമം. 2, 4, 6 ഖദ്ർ നീട്ടാവുന്നതാണ്. ഒരു രീതി നാം പാലിക്കുകയാണെങ്കിൽ മറ്റു ആയത്തുകളിലും അപ്രകാരം ഓതണമെന്ന് മാത്രം. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 52-ാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ثم عفونا عنكم من بعد ذلك لعلكم تشكرون. ഇവിടെ ഈ ആയത്തിൽ പരാമർശിക്കപ്പെട്ട വാക്കാർത്ഥങ്ങൾ സുമ്മ പിന്നെ, അഫൗന നാം മാപ്പ് നൽകി, അൻകും നിങ്ങൾക്ക്, മിൻ ബഅദി ശേഷമായി, ദാലിക അതിന്, ലഅല്ലക്കും നിങ്ങളാകുവാൻ വേണ്ടി, തഷ്കുറൂൻ നിങ്ങൾ നന്ദി ചെയ്യും. അപ്പോൾ ഈ ആയത്തിന്റെ അർത്ഥം പിന്നെ അതിനുശേഷം നാം നിങ്ങൾക്ക് മാപ്പ് നൽകി നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി. സഹോദരങ്ങളെ, ഇവിടെ ഈ ആയത്തിന്റെ താല്പര്യം ഈജിപ്തിൽ നിന്നും തന്റെ അനുയായികളോടൊപ്പം രക്ഷപ്പെട്ടു വന്ന മൂസാ നബി അലൈഹിസ്സലാം 40 ദിവസം ഭജനമിരിക്കുവാനും അതിനുശേഷം അവർക്കുള്ള വേദഗ്രന്ഥം സ്വീകരിക്കുന്നതിനും വേണ്ടി സീനയിലേക്ക് മൂസാ നബി അലൈഹിസ്സലാം പോകുമ്പോൾ തന്റെ അഭാവത്തിൽ ഇസ്രായേലിയരുടെ നേതൃത്വം ഏൽപ്പിച്ചിരുന്നത് തന്റെ സഹോദരനായ ഹാറൂൻ നബി അലൈഹിസ്സലാമിയെ ആയിരുന്നു. എന്നാൽ മൂസാ നബി അലൈഹിസ്സലാം അവരെ വിട്ട ശേഷം സാമിരി എന്നു പേരായ ഒരു അക്രമി സ്വർണം കൊണ്ട് ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കുകയും എന്നിട്ട് ആ പശുക്കുട്ടിയെ ആരാധിക്കുകയും അതിനുശേഷം ഇത് മൂസാ നബി അലൈഹിസ്സലാം തേടിപ്പോയ ദൈവമാണ് എന്ന് മറ്റുള്ള ബനു ഇസ്രായേലിയരോട് പറയുകയും ചെയ്തു. ആ സമയം മഹാനായ ഹാറൂൻ നബി അലൈഹിസ്സലാം തന്റെ കഴിവിന്റെ പരമാവധി ഈ അക്രമം തടുക്കുവാൻ വേണ്ടി അവർക്കിടയിൽ പ്രബോധനം നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ ബഹുദൈവ ആരാധനയോട് ഹൃദയമടുത്തിരുന്ന ആ മനുഷ്യന്മാർ ആ പശുക്കുട്ടിയെ ദൈവമായി സ്വീകരിക്കുകയാണ് ചെയ്തത്. 40 ദിവസത്തെ ഭജനമിരിക്കലും അതുപോലെ തന്നെ അവർക്കുള്ള മാർഗദർശന വേദഗ്രന്ഥമായ തൗറാത്ത് അത് സ്വീകരിച്ച് ഇസ്രായേൽ സന്തതികളിലേക്ക് തിരിച്ചു വന്ന മൂസാ നബി അലൈഹിസ്സലാം അവരുടെ ശിർക്കൻ നിലപാട് കണ്ടപ്പോൾ വളരെ പ്രയാസം തോന്നുകയും ബനു ഇസ്രായേലിനോട് തർക്കിക്കുകയും കോപിക്കുകയും ഒക്കെ ചെയ്തു. അത്രമാത്രം അപരാധമാണ് സഹോദരങ്ങളെ ഈ കൂട്ടർ അള്ളാഹുവിനോട് ചെയ്തത്. എന്നിട്ടും അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് മാപ്പ് നൽകുകയാണ്. അതിനെക്കുറിച്ചാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, സുമ്മ അഫൗനാ അൻകും മിൻ ബഅദി ദാലിക, പിന്നെ അതിനുശേഷം നാം നിങ്ങൾക്ക് മാപ്പ് നൽകി. സഹോദരങ്ങളെ, എന്തിനു വേണ്ടിയാണ് അള്ളാഹു അവർക്ക് മാപ്പ് നൽകിയത്? അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ശേഷം ഈ ആയത്തിൽ പറയുന്നത്, ലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദി ചെയ്യുവാൻ വേണ്ടി എന്ന്.
അള്ളാഹുവിൽ നിന്ന് വേദഗ്രന്ഥവുമൊക്കെ സ്വീകരിച്ച് സന്മാർഗം പ്രാപിച്ച് ഈ ഇസ്രായേൽ മക്കൾ നന്ദിയുള്ളവരായി തീരട്ടെ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അള്ളാഹു അവർക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ശരിയായ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ വേണ്ടി, അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയും അനുസരിക്കുവാൻ വേണ്ടി കാരുണ്യവാനായ അള്ളാഹു നിറയെ അവസരങ്ങൾ നൽകുകയാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അള്ളാഹുവോട് ശുക്ർ ചെയ്യേണ്ടവനാണ്, നന്ദി ചെയ്യേണ്ടവനാണ് എന്ന് ഇവിടെ ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ട് പിന്നീട് അനുഗ്രഹങ്ങളോട് നന്ദി കാണിക്കേണ്ടവനാണ് മനുഷ്യനെന്ന് പഠിപ്പിക്കാൻ നമ്മുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൂന്നാളുകളുടെ ഒരു ചരിത്രം പറഞ്ഞു തരുന്നുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ രേഖപ്പെടുത്തിയ ഒരു ഹദീസിലാണ് ഈ ചരിത്രം രേഖപ്പെട്ട് കിടക്കുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തരികയാണ്, ഇസ്രായേല്യരിൽ 3 പേരുണ്ടായിരുന്നു. ഒരാൾ വെള്ളപ്പാണ്ടുകാരനും, രണ്ടാമൻ കഷണ്ടിക്കാരനും, മൂന്നാമൻ അന്ധനുമായിരുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ 3 ആളുകളെയും പരീക്ഷിക്കുവാൻ ഉദ്ദേശിച്ച്, എന്നിട്ട് അവരെ പരീക്ഷിക്കുന്നതിന് വേണ്ടി അവരിലേക്ക് ഒരു മലക്കിനെ നിയോഗിച്ചു. ആ മലക്ക് അതിൽപ്പെട്ട പാണ്ഡുരോഗിയുടെ അടുത്ത് ചെന്നുകൊണ്ട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ഏറ്റവും പ്രിയങ്കരമായത് എന്ന്. ആ പാണ്ഡുകാരൻ പറഞ്ഞു, നല്ല നിറം, നല്ല തൊലി, ജനങ്ങൾ എന്നിൽ വികൃതമായി കാണുന്നത് എന്നിൽ നിന്നും പോയി കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ പാണ്ഡുകാരൻ പറഞ്ഞു. അപ്പോൾ ആ മലക്ക് അയാളെ തടവുകയും അയാളുടെ വൃത്തികേട് പോവുകയും ശേഷം അയാൾക്ക് നല്ല വർണ്ണവും നല്ല ചർമ്മവും നൽകപ്പെടുകയും ചെയ്തു എന്നാണ്. എന്നിട്ട് ആ മലക്ക് അയാളോട് ചോദിച്ചു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടമായ സമ്പത്ത് ഏതാണ് എന്ന്. അയാൾ പറഞ്ഞു, ഒട്ടകമാണ് എന്ന്. അപ്പോൾ അയാൾക്ക് പൂർണ്ണ ഗർഭിണിയായ ഒരു ഒട്ടകത്തെ നൽകപ്പെടുകയാണ്. എന്നിട്ട് ആ മലക്ക് താങ്കൾക്ക് ഈ ഒട്ടകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ മലക്ക് അവരിലെ രണ്ടാമത്തെ ആളായ കഷണ്ടിക്കാരന്റെ അടുത്ത് ചെന്ന്, എന്നിട്ട് ആ കഷണ്ടിക്കാരനോട് ചോദിച്ചു, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടകരമായ കാര്യം എന്താണ് എന്ന്. അപ്പോൾ ആ കഷണ്ടിക്കാരൻ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടകരമായത് നല്ല മുടിയാണ് എന്ന്. ജനങ്ങൾ എന്നിൽ വികൃതമായി കാണുന്നത് എന്നിൽ നിന്നും മാറിക്കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ആ കഷണ്ടിക്കാരൻ പറഞ്ഞു. അപ്പോൾ ആ മലക്ക് അയാളെ തടവുകയും അതിനുശേഷം അയാളിൽ നിന്ന് ആ വികൃതം നീങ്ങിപ്പോവുകയും അയാൾക്ക് നല്ല മുടി നൽകപ്പെടുകയും ചെയ്തു. ആ സമയം ആ മലക്ക് അയാളോട് താങ്കൾക്ക് ഏറ്റവും ഇഷ്ടകരമായ സമ്പത്ത് ഏതാണ് എന്ന് ചോദിച്ചു. അപ്പോൾ അയാൾ അതിന് പശുവാണ് എന്ന് മറുപടി പറഞ്ഞു. അന്നേരം അയാൾക്ക് ഗർഭിണിയായ ഒരു പശുവിനെ നൽകപ്പെടുകയും ശേഷം അള്ളാഹു താങ്കൾക്ക് ഈ പശുവിൽ ബർക്കത്ത് ചൊരിയട്ടെ എന്ന് ആ മലക്ക് അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അതിനുശേഷം ആ മലക്ക് അവരിൽ മൂന്നാമനായ ആ അന്ധനായ ആളുടെ അടുത്തേക്ക് ചെന്ന്, എന്നിട്ട് ആ മലക്ക് അന്ധനോട് ചോദിച്ചു, താങ്കൾക്ക് എന്താണ് ഏറ്റവും ഇഷ്ടകരമായത് എന്ന്. അപ്പോൾ ആ അന്ധനായ വ്യക്തി പറഞ്ഞു, അള്ളാഹു എന്റെ കാഴ്ച എനിക്ക് തിരിച്ചു നൽകണമെന്നാണ്, ആ കാഴ്ച കൊണ്ട് ജനങ്ങളെ എനിക്ക് കാണാൻ കഴിയണമെന്നാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന കാര്യമെന്ന് ആ അന്ധൻ മറുപടി പറഞ്ഞു. ഈ സമയം ആ മലക്ക് അയാളെ തടവുകയും അള്ളാഹു അയാൾക്ക് അയാളുടെ കാഴ്ച തിരിച്ചു നൽകുകയും ചെയ്തു. അന്നേരം ആ മലക്ക് ആ വ്യക്തിയോട് ചോദിച്ചു, സമ്പത്തിൽ ഏതാണ് താങ്കൾക്ക് ഏറ്റവും പ്രിയങ്കരമെന്ന്. അപ്പോൾ അയാൾ മറുപടി പറഞ്ഞു, ആടാണ് എന്ന്. അന്നേരം അയാൾക്ക് പ്രസവിക്കുന്ന ഒരു ആടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി. അങ്ങനെ ഒട്ടകത്തിലും പശുവിലും ഒട്ടകങ്ങളുടെ മാടുകളും ഉൽപ്പാദിക്കപ്പെട്ടു. ഒട്ടകത്തിലും പശുവിലും ഒട്ടകങ്ങളും ആടുകളും ഉൽപ്പാദിക്കപ്പെട്ടു. ആട് പെറ്റുവരികയും ചെയ്തു. ഇവിടെ ഒന്നാമത് പറഞ്ഞ വ്യക്തിക്ക് ഒട്ടകങ്ങളുടെ ഒരു താഴ്വരയും, രണ്ടാമത് പറഞ്ഞ വ്യക്തിക്ക് പശുക്കളുടെ ഒരു താഴ്വരയും, മൂന്നാമത് പറഞ്ഞ വ്യക്തിക്ക് ആടുകളുടെ ഒരു താഴ്വരയും ഉണ്ടായി. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പരീക്ഷിക്കുകയാണ്. അതിനായി അല്ലാഹു അവരുടെ അടുക്കലേക്ക് മലക്കിനെ വീണ്ടും അയക്കുകയാണ്. ആ മലക്ക് അതിലെ പാണ്ഡുകാരനായിരുന്ന വ്യക്തിയുടെ അടുത്ത് അയാളുടെ ആ പഴയ രൂപത്തിലും ഭാവത്തിലും ചെന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു സാധുവാണ്, വഴിയാത്രക്കാരനാണ്, എന്റെ യാത്രയിൽ ബന്ധങ്ങൾ അറ്റുപോയിട്ടുണ്ട്. അള്ളാഹുവെ കൊണ്ടും പിന്നീട് താങ്കളെ കൊണ്ടുമല്ലാതെ ഇന്ന് എനിക്ക് ലക്ഷ്യത്തിലെത്തുവാൻ കഴിയുകയില്ല. താങ്കൾക്ക് നല്ല വർണ്ണവും നല്ല തൊലിയും സമ്പത്തും തന്ന അള്ളാഹുവെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ താങ്കളോട് ഒരു ഒട്ടകത്തെ ആവശ്യപ്പെടുകയാണ് എന്ന്. താങ്കൾ എനിക്ക് ഒരു ഒട്ടകം നൽകിയാൽ ആ ഒട്ടകം കൊണ്ട് എനിക്ക് എന്റെ യാത്രയിൽ ലക്ഷ്യത്തിലെത്തുവാൻ വേണ്ടി കഴിയും. അപ്പോൾ ആ മനുഷ്യൻ ഒഴിവ് കഴിവ് പറയുകയാണ്,
എനിക്ക് ബാധ്യതകൾ ധാരാളമാണ് എന്ന്. അപ്പോൾ ആ മലക്ക് അയാളോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയുമല്ലോ, ജനങ്ങൾ മ്ലേച്ഛനായി കണ്ടിരുന്ന ഒരു പാണ്ഡുരോഗിയായിരുന്നില്ലേ താങ്കൾ ഒരു ദരിദ്രനായിരുന്നില്ലേ എന്ന്. അങ്ങനെ അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയതല്ലേ എന്ന് ആ മലക്ക് ഓർമ്മപ്പെടുത്തിയപ്പോൾ ആ മനുഷ്യൻ പറയുകയാണ്, അല്ല, തീർച്ചയായും ഈ സമ്പത്ത് ഇത് വലിയ കാരണവന്മാരായ എന്റെ പിതാക്കളിൽ നിന്ന് ഞാൻ അനന്തരമെടുത്തതാണ് എന്ന്. ആ സമയം ആ മലക്ക് അയാളോട് പറഞ്ഞു, നീ കളവാണ് പറയുന്നത് എങ്കിൽ അള്ളാഹു താങ്കളെ ആ പഴയ അവസ്ഥയിലേക്ക് മടക്കട്ടെ എന്ന് മലക്ക് അവിടെ പറയുകയാണ്. അതിനുശേഷം ആ മലക്ക് അതിലെ കഷണ്ടിക്കാരനായിരുന്ന ആളുടെ അടുത്തേക്ക് അയാളുടെ പഴയ രൂപത്തിലും ഭാവത്തിലും ചെന്നുകൊണ്ട് മുമ്പ് ആ പാണ്ഡുരോഗിയോട് പറഞ്ഞതുപോലെ അയാളോടും പറഞ്ഞു. പാണ്ഡുരോഗി പ്രതികരിച്ചതുപോലെ തന്നെ മലക്കിനോട് ഈ കഷണ്ടിക്കാരനും പ്രതികരിച്ചു. അങ്ങനെ മലക്ക് പറഞ്ഞു, താങ്കൾ കളവാണ് പറയുന്നത് എങ്കിൽ താങ്കളുടെ പൂർവാവസ്ഥയിലേക്ക് അള്ളാഹു താങ്കളെ മടക്കട്ടെ എന്ന്. പിന്നീട് മലക്ക് അവരിൽ അന്ധനായിരുന്ന ആ മനുഷ്യന്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, ഞാനൊരു സാധുവാണ്, വഴിയാത്രക്കാരനാണ്, എന്റെ യാത്രയിൽ ബന്ധങ്ങൾ അറ്റുപോയി, അള്ളാഹുവെ കൊണ്ടും പിന്നീട് താങ്കളെ കൊണ്ടുമല്ലാതെ ഇന്ന് എനിക്ക് എന്റെ ലക്ഷ്യത്തിലെത്തുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് താങ്കൾക്ക് താങ്കളുടെ കാഴ്ച തിരിച്ചു നൽകിയ ആ അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ താങ്കളോട് ഒരു ആടിനെ ചോദിക്കുകയാണ് എന്ന്. അപ്പോൾ അയാൾ മനുഷ്യരൂപത്തിൽ വന്ന ആ മലക്കിനോട് പറഞ്ഞു, ഞാനൊരു അന്ധനായിരുന്നു, എനിക്ക് അള്ളാഹു കാഴ്ച തിരിച്ചു നൽകി, ആയതിനാൽ താങ്കൾ ഈ ആട്ടിൻ പറ്റത്തിൽ നിന്ന് താങ്കൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കിയുള്ളത് അവിടെ ശേഷിപ്പിക്കാം. അള്ളാഹുവാണ് സത്യം, അള്ളാഹുവിന്റെ മാർഗേണ താങ്കൾ ഇന്ന് എന്തെടുത്താലും ഞാൻ താങ്കളെ ബുദ്ധിമുട്ടിക്കുകയില്ല എന്ന് ആ മനുഷ്യൻ പറഞ്ഞു. ആ സമയം ആ മലക്ക് പറഞ്ഞു, താങ്കളുടെ സ്വത്ത് എടുത്തു വെച്ചുകൊള്ളുക. തീർച്ചയായും നിങ്ങൾ 3 ആളുകൾ പരീക്ഷിക്കപ്പെടുകയായിരുന്നു, അതിൽ അള്ളാഹു താങ്കളെ ഇഷ്ടപ്പെട്ടു, താങ്കളുടെ മറ്റു 2 സുഹൃത്തുക്കളോട് അള്ളാഹു കോപിക്കുകയും ചെയ്തു എന്ന് അവിടെ മലക്ക് പറയുക. സഹോദരങ്ങളെ, അള്ളാഹുവോട് നന്ദി കാണിക്കുന്ന വിഷയം ചർച്ച ചെയ്യുമ്പോൾ പണ്ഡിതന്മാർ സാധാരണയായി ഉദ്ധരിക്കാറുള്ള ഒരു ഹദീസാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത ഈ ഹദീസ്. അള്ളാഹുവോട് നന്ദി കാണിക്കുക എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമായ ഒരു വിഷയമാണ് സഹോദരങ്ങളെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നന്ദികേട് കാണിക്കുക എന്ന് പറയുന്നത് അതൊരു ഗൗരവമായ ഒരു ആപത്താണ് എന്ന് ഉണർത്താൻ വേണ്ടിയാണ് ഈ സംഭവം ഇവിടെ വിശദീകരിച്ചത്. നമ്മൾ ഇസ്രായേൽ സന്തതികളുടെ ചരിത്രത്തിലേക്ക് മടങ്ങിക്കഴിഞ്ഞാൽ സൂറത്തുൽ ബഖറയുടെ 49-ാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ച ഒരു കാര്യമാണ് ഇസ്രായേൽ സന്തതികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്ത വലിയ അനുഗ്രഹം. അത് അവരിലേക്ക് ഒരു പ്രവാചകനെ അയച്ചുകൊണ്ട് താൻ ഒരു ദൈവമെന്ന് സ്വയം അവകാശപ്പെട്ട ഒരു അക്രമിയിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്രായേൽ സന്തതികളെ രക്ഷപ്പെടുത്തിയത്. അത് വലിയ ഒരു അനുഗ്രഹമായാണ് പരിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. എന്നിട്ട് ആ അനുഗ്രഹത്തെക്കുറിച്ച് ഓർക്കുവാനും അതിന് നന്ദി ചെയ്യുവാനുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരോട് ആവശ്യപ്പെടുന്നത്. അവർ നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്ന വിഷയം അത് അവർക്കൊരു വലിയ പരീക്ഷണമാണ്. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടെ പറഞ്ഞത്, വഫീ ദാലികും ബലാഉം മിർ റബ്ബികും അലീം, നിങ്ങളുടെ രക്ഷിതാവിങ്കൽ നിന്നുള്ള ഒരു വമ്പിച്ച പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത് എന്ന് അള്ളാഹു പറഞ്ഞത്. അതായത് ഫിർഔന്റെ ആൾക്കാരിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തിയത് അവരുടെ നന്ദിയും കൂറും പരിശോധിക്കുവാനുള്ള ഒരു പരീക്ഷണമായിരുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വ്യക്തമാക്കുകയാണ്. ഈ രൂപത്തിൽ അള്ളാഹുവിൽ നിന്നുള്ള വലിയ ഒരു പരീക്ഷണമാണ് സ്വർണം കൊണ്ടുള്ള ഒരു പശുക്കുട്ടിയെ ഉണ്ടാക്കി അതിനെ ആരാധിച്ച ധിക്കാരപരമായ സ്വഭാവം പ്രകടമാക്കിയ ബനു ഇസ്രായേലിയർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കുന്നത്. ഈ വിഷയത്തിൽ ചില ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ ശിക്ഷയെക്കുറിച്ച് അടുത്തു വരുന്ന ആയത്തുകളിൽ പരാമർശിക്കുന്നുണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടെ വെച്ച് വിശദമായി ചർച്ച ചെയ്യാം. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ നന്ദി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് പരിശോധിക്കുവാൻ വേണ്ടിയിട്ടാണ്, അതൊരു പരീക്ഷണമായിക്കൊണ്ടാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇതാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പഠിക്കുവാനുള്ളത്. ഇനി സൂറത്തുൽ ബഖറയുടെ 52-ാമത്തെ ആയത്തിന്റെ തജ്വീദോടുകൂടിയുള്ള പാരായണമാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനായി ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ഹഫിളഹുല്ലാഹ് അദ്ദേഹം അയച്ചു തന്ന ഖുർആൻ പാരായണത്തിന്റെ ക്ലിപ്പ് ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. എല്ലാവരും അത് ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.